നമസ്കാരം. ഇത് വർഷം 2026 ലോകം ഒരുപാട് മുൻപോട്ട് പോയിട്ടുണ്ട്. ശാസ്ത്രവും ഒരുപാട് വളർന്നിട്ടുണ്ട്. പക്ഷേ അപ്പോഴും മനുഷ്യന് ഇപ്പോഴും അറിവില്ലാത്ത ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉദാഹരണത്തിന് ഈ ബെർമുഡ ട്രയാങ്കിൾ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. സ്വല്പം പ്രശ്നമാണ് ആ സ്ഥലം. അവിടെ വിമാനവും കപ്പലും ഒക്കെ അപ്രത്യക്ഷമായിട്ടുള്ള സ്ഥലമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ എന്ത് നടക്കുന്നു എന്ന് ഇന്നും മനുഷ്യനറിയില്ല. അതേപോലെ തന്നെ നമ്മുടെ ഈ ഭൂമി ഉൾപ്പെടുന്ന ഗാലക്സിക്ക് അപ്പുറവും വേറെ ലോകവും വേറെ സംഭവമൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ അതിനെപ്പറ്റിയും ഇന്നും മനുഷ്യന് കാര്യമായ അറിവൊന്നുമില്ല. ഇനി കടലിൻ്റെ ഏറ്റവും ആഴമുള്ള സ്ഥലത്തിന് ഏറ്റവും അടിയിൽ എന്താണെന്നും മനുഷ്യനറിയില്ല. എന്ന് പറഞ്ഞ പോലെയാണത്രേ മദ്രസ സ്റ്റാർ എന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ അറിയപ്പെടുന്ന ഒരു യുവ നടനുണ്ട്. ആ യുവ നടൻ്റെ പുതിയ ഒരു സിനിമ വന്നതും പോയതും ഒന്നും ആരും അറിഞ്ഞില്ല എന്നാണ് പറയുന്നത്. പതിവ് പോലെ പടം ഇറങ്ങുന്നതിന് മുമ്പ് ചില വിവാദങ്ങളൊക്കെ ഉണ്ടാക്കാൻ ആ സൈഡിൽ നിന്ന് ശ്രമിച്ചിരുന്നു. അതായത് സെൻസർ ബോർഡ് അതിന് കത്രിക വെച്ചെന്നും ചില വാക്കുകളും ചില ഭാഗങ്ങളും ഒക്കെ കട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ആദ്യം വാർത്ത വന്നിരുന്നു. അതിൻ്റെ കൂടെ ആ നടൻ്റെ ആരാധകർ കുറച്ച് വിവാദമൊക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു. സാധാരണഗതിയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ സംഖ്യകളും മറ്റുമൊക്കെ ട്രോളെങ്കിലും ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ ഈ മറുപടി ട്രോളായിട്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടതാണ്. പക്ഷേ അവർ പൂർണ്ണമായിട്ട് ഈ സിനിമയെ അങ്ങ് അവോയ്ഡ് ചെയ്യുന്ന കാഴ്ചയാണ് കണ്ടത്. ഇതിനു മുമ്പ് ഇത്തരമൊരു കാഴ്ച കണ്ടത് പൃഥ്വിരാജിൻ്റെ സിനിമ ഇറങ്ങാൻ നേരത്തുമായിരുന്നു. ആ സിനിമയെ സംബന്ധിക്കുന്ന ഒന്നും തങ്ങളുടെ ഫീഡിൽ വരാനോ അല്ലെങ്കിൽ തങ്ങൾ പോസ്റ്റ് ചെയ്യാതിരിക്കാനോ അവർ പരമാവധി ശ്രദ്ധിച്ചു. അതുകൊണ്ട് തന്നെ ഒരു പരിധിക്കപ്പുറം അത് പരസ്യം പോലും ആയില്ല, ആളുകൾ പോലും അറിഞ്ഞില്ല എന്നതാണ് സത്യം. ഇന്നിപ്പോൾ ഈ വിഷ്വൽ മീഡിയയേക്കാൾ കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്നത് സോഷ്യൽ മീഡിയയാണ്. നമുക്കറിയാം അവരിപ്പോൾ വളരെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയോടാണ് ഇവിടുത്തെ യഥാർത്ഥത്തിൽ വിഷ്വൽ മീഡിയ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. വിഷ്വൽ മീഡിയ വരുന്ന പ്രോഗ്രാമുകൾ ആളുകൾ കാണുന്നതിനേക്കാൾ കൂടുതൽ സോഷ്യൽ മീഡിയ കാര്യങ്ങളാണ് ആളുകൾ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നത്. അതിനാൽ സോഷ്യൽ മീഡിയയിലെ ഒരു സൈഡ് ഇത്തരം സിനിമകളെ അങ്ങ് മുഴുവനായിട്ട് അവോയ്ഡ് ചെയ്യുന്ന കാഴ്ചയാണ് കണ്ടത്. പൃഥ്വിരാജിൻ്റെ സിനിമയും ഇറങ്ങിയപ്പോൾ ഇത് തന്നെയായിരുന്നു സംഭവം. അവസാനം പൃഥ്വിരാജിൻ്റെ മാതാവിന് മല്ലിക സുകുമാരന് തൻ്റെ മകനോട് അരക്കിയോ ചേർന്ന് വിരോധം കാണിക്കുന്നുവെന്നും മനഃപൂർവ്വം ഇടിച്ചു താഴ്ത്താൻ ശ്രമിക്കുന്നു എന്നൊക്കെ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് പറയേണ്ടി വന്നു. അതിനുശേഷം ഇതായിപ്പോൾ ഈ മദ്രസ സ്റ്റാറിൻ്റെ സിനിമ. ഒരു സമയത്ത് മലയാള സിനിമയിലെ അടുത്ത സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുഡാപ്പികൾ പൊക്കിക്കൊണ്ട് നടന്ന നടനാണ് എന്ന് ഓർക്കണം. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില സമയത്ത് ചിലർക്ക് തോന്നും രാഷ്ട്രീയമായിട്ട് ചില പ്രസ്താവനകൾ നടത്താം, അല്ലെങ്കിൽ തങ്ങളുടെ മതത്തിന് അനുകൂലമായ അല്ലെങ്കിൽ ചില ഈ സ്റ്റേറ്റ്മെൻറ്റുകൾ നടത്തി കളയാമെന്നൊക്കെ തോന്നും. ആ സമയത്ത് കുറച്ച് കയ്യടിയും മറ്റുമൊക്കെ കിട്ടും. പക്ഷേ ഭാവിയിൽ അതിന് വിപരീത ഫലമായിരിക്കും ഉണ്ടാവുക. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് പൃഥ്വിരാജ് ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഈ മദ്രസ സ്റ്റാറിന് അതിൻ്റെ ഇരട്ടി കിട്ടിയില്ല എങ്കിലേ അത്ഭുതമുള്ളൂ. ഞാനാണ് സുഡാപ്പി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തലയിൽ മറ്റേ ഈ പലസ്തീൻ്റെ കഫിയൊക്കെ കെട്ടിക്കൊണ്ട് പോസ്റ്റ് ഇടുകയും മറ്റുമൊക്കെ ചെയ്താണ് പലസ്തീന് നോവുമ്പോൾ അല്ലെങ്കിൽ ഗാസയ്ക്ക് നോവുമ്പോൾ മാത്രം വന്നിട്ട് ഓരോന്ന് പറയുകയും പ്രസ്താവന നടത്തുകയും ചെയ്യുക, സേവ് ലക്ഷദ്വീപ് ക്യാമ്പയിൻ്റെ കൂടെ കൂടുക, കേന്ദ്ര സർക്കാരിൻ്റെ നല്ല പദ്ധതികൾക്കെതിരെ പോലും നേരിട്ടും അല്ലാതെയും പ്രതികരിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ ശ്രദ്ധിക്കും. മുൻപൊക്കെ കലയല്ലേ, അത് ആരഭിനയിക്കുന്നു, ആര് സംവിധാനം ചെയ്യുന്നു, ഇതൊന്നും നോക്കില്ലായിരുന്നു. ഏത് ജാതിയെന്നോ ഏത് മതമെന്നോ അവരുടെ രാഷ്ട്രീയമെന്നോ പോലും അന്നൊന്നും ആളുകൾ നോക്കുമായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. കൃത്യമായും ആരാണ് സംവിധാനം ചെയ്യുന്നത്, ആരാണ് നിർമ്മിക്കുന്നത് എന്ന് പോലും നോക്കിക്കൊണ്ട് തിയേറ്ററിൽ കയറുന്ന ഒരു ആൾക്കൂട്ടം അല്ലെങ്കിൽ ഒരു വിഭാഗം ഇവിടെ ഉണ്ടായിക്കഴിഞ്ഞു. അത് ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിൽ മാത്രമല്ല, പലരും അങ്ങനെ നോക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ സിനിമ എന്നതൊരു ഷോ ബിസിനസ്സാണ്. അവിടെ എല്ലാ വിഭാഗം ആളുകളെയും തൃപ്തിപ്പെടുത്തുക, അല്ലെങ്കിൽ എല്ലാ വിഭാഗം ആളുകൾക്കും വലിയ കുഴപ്പമില്ല എന്ന് തോന്നിയാൽ മാത്രമേ എല്ലാ വിഭാഗം ആളുകളെയും തിയേറ്ററിലേക്ക് ആകർഷിക്കാൻ പറ്റൂ. പക്ഷേ ചില കൂട്ടരെയൊക്കെ മനഃപൂർവ്വം വെറുപ്പിക്കാൻ വേണ്ടിയിട്ട്, സ്വന്തം മത സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഓരോന്ന് കാട്ടിക്കൂട്ടുമ്പോൾ ഓർക്കുക, ഭാവിയിലിരുന്ന് കരയേണ്ടി വരും. ഇന്ന് അയാളുടെ സോഷ്യൽ മീഡിയയിൽ ഈ സിനിമയെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പങ്കുവെച്ചിട്ട് പോലും ഏതാണ്ട് 800,000 ആളുകൾക്ക് മുകളിൽ ഫോളോ ചെയ്യുന്ന ഒരു പേജാണ് എന്ന് ഓർക്കണം. എന്നിട്ട് പോലും അയാൾ ഈ സിനിമയെ പറ്റിയുള്ള ചില കാര്യങ്ങൾ പങ്കുവെച്ചിട്ട് അത് കാണുന്നത് 250, 300, 400 പേര് മാത്രമാണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ സിനിമ എത്രമാത്രം ദയനീയമായിട്ടാണ് തിയേറ്ററിൽ പ്രകടനം നടത്തിയെന്ന്. ഇതിന് ഏറ്റവും വിചിത്രമായിട്ടുള്ള കാര്യം ഇതൊന്നും അല്ല കേട്ടോ. കണ്ടവർ ചിലരോട് ഞാൻ ചോദിച്ചപ്പോൾ ചിലർ കണ്ടിട്ടുണ്ട് പറയുന്നത് തരക്കേടില്ലാത്ത സിനിമയാണ്, പൊട്ടിത്തകരാനും മാത്രം ഒന്നുമില്ല, കൊള്ളാം എന്ന അഭിപ്രായമാണ്. എന്നിട്ടും ആ സിനിമ പൊട്ടി തകർന്നു പോയി. ചിലരൊന്നും അറിഞ്ഞു പോലും ഇല്ല ഇങ്ങനൊരു സിനിമ ഇറങ്ങിയതും വന്നതും പോയതും ഒന്നും അറിഞ്ഞു. ഇപ്പോഴും ഏതൊക്കെ തിയേറ്ററിൽ ഉണ്ടെന്ന് പറയുന്നു, പക്ഷേ രക്ഷയൊന്നുമില്ല. ഇപ്പോൾ ഒരു പക്ഷേ ഞാൻ ഇങ്ങനൊരു വാർത്ത ചെയ്യുമ്പോഴായിരിക്കും ഇങ്ങനൊരു സിനിമ ഇറങ്ങിയോ എന്ന് നിങ്ങളിൽ പലരും അറിയുന്നത്. അതിനാൽ ഒരു മേഖല നിങ്ങളുടെ തൊഴിലായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫഷനായിട്ടൊക്കെയാണ് നിങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് എങ്കിൽ രാഷ്ട്രീയമായിട്ട് ചില പ്രസ്താവനകളും ചില സ്റ്റേറ്റ്മെൻറ്റൊക്കെ നടത്തുമ്പോൾ ഭാവിയിലെങ്കിലും സൂക്ഷിക്കുക. അല്ലെങ്കിൽ ഇതുപോലെ എത്ര നല്ല പടമാണെങ്കിലും അടപടലം പൊട്ടും, അല്ലെങ്കിൽ ചിലർ പൊട്ടിച്ചിരിക്കും. അതാണ് ഇവിടെയും സംഭവിച്ചത്. മദ്രസ സ്റ്റാറിന് ഒരിക്കൽ കൂടി ഒരു സല്യൂട്ട്.